നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മോട്ടോർ വാഹന വകുപ്പിനെയും ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ലൈസൻസും RC ബുക്കും അടിച്ചു നൽകുന്നത് വരെ നിർത്തിവച്ചിരിക്കുന്നു എന്നതാണ് അവസ്ഥ. നവംബർ അവസാനത്തോടെ ലൈസൻസിൻ്റെയും RC ബുക്കിൻ്റെയും പ്രിൻറ്റിംഗ് പാടെ നിലച്ചിരിക്കുകയാണ്. കണക്കുകൾ അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് പ്രതിമാസം 1 ലക്ഷം പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. നിലവിലെ പ്രതിസന്ധി ഈ വാഹന ഉടമകളെയെല്ലാം ബാധിച്ചിരിക്കുകയാണ്. RC ബുക്ക് പ്രിൻറ്റിംഗ് നിർത്തിയത് മൂലം വാഹന ഉടമകൾക്ക് മറ്റ് സേവനങ്ങളും ലഭിക്കാതായിട്ടുണ്ട്. പെർമിറ്റ് എടുക്കുവാനോ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുവാനോ സാധിക്കുന്നില്ല. അന്തർ സംസ്ഥാന യാത്രകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടത്തുന്ന വാഹനങ്ങൾക്കും പുതിയ PVC രൂപത്തിലുള്ള കാർഡ് ലഭിക്കുന്നില്ല. ഇനി എന്താണ് പ്രിൻറ്റിംഗ് നിലയ്ക്കാനുള്ള കാരണമെന്ന് നോക്കാം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് അഥവാ ITI എന്ന സ്ഥാപനമാണ് പ്രിൻറ്റിംഗ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതേ സ്ഥാപനം തന്നെയായിരുന്നു പണ്ട് ഡയൽ ടൈപ്പ് ലാൻഡ് ഫോണുകളും നിർമ്മിച്ചിരുന്നത്. ഇവർക്ക് 3D പ്രിൻറ്റിങ്ങും ഉണ്ട്. ഇവരുടെ പേയ്മെൻറ്റ് മോട്ടോർ വാഹന വകുപ്പ് നിർത്തിയതാണ് കാരണം. പോരാത്തതിന് ഇവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക ഏകദേശം 8 കോടി രൂപ കഴിഞ്ഞിട്ടുണ്ട്. RC ബുക്കിനായി ഓരോ അപേക്ഷകൻ്റെ കയ്യിൽ നിന്നും പോസ്റ്റേജ് ചാർജ് ഉൾപ്പെടെ 245 രൂപ മോട്ടോർ വാഹന വകുപ്പ് ഈടാക്കുന്നുമുണ്ട്. എന്നാൽ ഈ തുക പ്രസ്തുത കമ്പനിയിലേക്ക് എത്തുന്നില്ല. ITIക്ക് മുന്നേ ഈ കരാർ ഏറ്റെടുക്കാൻ ഒരു സ്വകാര്യ കമ്പനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ തുക കൂടുതലാണെന്ന കാര്യത്തിൽ ITIക്ക് കരാർ ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ ITIക്ക് നൽകിയ അതേ തുകയ്ക്ക് പഴയ സ്വകാര്യ കമ്പനി കരാർ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ വടംവലിയും ITIക്ക് തുക നൽകുന്നതിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പിനെ പിന്തിരിപ്പിച്ചിരിക്കാം എന്നാണ് കേൾക്കുന്നത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.